അടുത്ത ടോം ക്രൂസ് ആവോ? ടോം ക്രൂസ് ടോവിനോടൊപ്പം ഹിസ് വെരി പാവം, വെരി ഈസി ടു വർക്ക് വിത്ത്. ഒരു സ്റ്റാർഡം ഒന്നും ഇല്ലാത്ത ആളാണ്. അത് നിങ്ങൾക്ക് തന്നെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അറിയാമായിരിക്കുമല്ലോ. டொவி ஒரு நல்ல நடிகர், சூப்பரான நடிகர். இப்போ நீங்கள் ஏஆர்எம், இப்போ ஐடென்டிட்டி அவரோட லெவல் உங்களுக்கு தெரியும். அவருக்காக ஒரு ஆப்போசிட்டாக நான் வந்திருக்கேன். അടുത്ത ടോം ക്രൂസ് ആവോ? അടുത്ത ടോം ക്രൂസ് ആവോ? ടോം ക്രൂസ് സിനിമയുടെ ആൾക്കാരോട് കണ്ടവരോട് ചോദിക്കാം. എനിക്കും അറിയാൻ ആഗ്രഹം ഉണ്ട് അവരുടെ. അങ്ങോട്ട് ക്യാമറ അങ്ങോട്ട് തിരിച്ചു വെച്ചാൽ അവരോട് ചോദിച്ചാലേ നമുക്ക് എന്തെങ്കിലും കാര്യം. സ്റ്റെപ്പ് നോക്കേ, ബാക്കിൽ സ്റ്റെപ്പ് നോക്കേ, ബാക്കിൽ സ്റ്റെപ്പ്, ബാക്കിൽ ആൾക്കാരുണ്ട്. ജീനു ബാക്കിൽ കുറച്ച് സൈഡ് ബാക്കിൽ സ്റ്റെപ്പ് നോക്കേ. കണ്ടുകൊണ്ടു ഉണ്ണിച്ചേട്ടന് മാർക്ക് ഭയങ്കര പാലിന്റെ ലെവലിലേക്ക് പോവാണ്. അതുപോലെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഹിന്ദി പറയുന്ന ആളായിട്ട് ഉണ്ണിച്ചേട്ടൻ മാറിയേക്കാണ്. എന്താ പറയാനുള്ളത്? ഭയങ്കര സന്തോഷമാണ്. ഞങ്ങളെന്നും സംസാരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. ഉണ്ണി അത് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ്. എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരായിട്ടിരുന്ന് കണ്ടതിന്റെ? നല്ല റെസ്പോൺസ് ആയിരുന്നു. ഇന്റർവ്യൂവിലും ക്ലൈമാക്സിലൊക്കെ കൈയടികളൊക്കെ കിട്ടി. അതുകൊണ്ട് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് പ്രേക്ഷകർ എൻജോയ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ, നിങ്ങൾ കണ്ടോ? ഇല്ല, സെക്കൻഡ് ഷോ. എന്തായാലും ന്യൂ ഇയർ ഐഡന്റിറ്റി കൊണ്ടുപോയി. ഒന്നും പറയാനില്ല, ഒരേ ബോഡി. എന്തുകൊണ്ട് പ്രേക്ഷകർ ഐഡന്റിറ്റി കാണണമെന്ന് ചോദിച്ചാൽ, നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും പറയാ? ഞാനിപ്പോൾ ഒരു ചേട്ടൻ്റെ ഫ്രണ്ടാണ്. ഞാൻ എന്താ പറയാ, ഐഡന്റിറ്റി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടില്ലേ പടം? ആണോ? ഓക്കെ, നിങ്ങളൊരു ബാക്കി പറയാം. ഞാൻ ക്രൂ ആണ്. ഞാൻ അഭിനയിച്ച ആളോട് ഞാൻ ബയസ്ഡ് ആയിരിക്കും, ഒബ്വിയസ്ലി ബയസ്ഡ് ആയിരിക്കും. ബാക്കി നല്ലൊരു ത്രില്ലർ എക്സ്പീരിയൻസ് ആയിരിക്കും. ആക്ഷൻ എക്സ്പീരിയൻസും ഉണ്ടാവും, അതേപോലെ ഇമോഷൻസും ഉണ്ട്. അപ്പം എന്തായാലും ஆடியன்ஸுக்கு பிடிக்கும் கண்டிப்பாக. நமக்கு ஸ்டோரி கேட்கும் போதே எனக்கு தெரியும். ஸோ த ஹோல் பாயிண்ட் இஸ் டொவி ஒரு நல்ல நடிகர், சூப்பரான நடிகர். இப்போ நீங்கள் ஏஆர்எம், இப்போ ஐடென்டிட்டி அவரோட லெவல் உங்களுக்கு தெரியும். அவருக்காக ஒரு ஆப்போசிட்டாக நான் வந்திருக்கேன். ஸோ இட்ஸ் ஐ திங்க் அகில் பால் அண்ட் அனாஸ் ஹவ் டன் அ வெரி குட் ஸ்டோரி. நான் நினச்ச மாதிரி, நான் கேட்ட மாதிரி ஸ்டோரி அவர் காட்டிருக்காங்க. பப்ளிக் ப்ளீஸ் பாருங்கள். பிகினிங் ஆஃப் 2025 ஐ என்ஜாய்ட் த மூவி. நான் வேண்டிக்கிறேன், ஐ ஹோப் யூ ஆல் கம் அண்ட் see the movie and you all enjoy the movie too. Happy New Year to all of you. The suspense അത് വളരെ നല്ലതായിരുന്നു. And everybody's performance, I think satellite ഉണ്ട് and everyone's performed amazing. വാച്ചബിൾ, ജസ്റ്റ് വാച്ചബിൾ. നല്ല ടിസ്റ്റൊക്കെ നല്ല രസമുള്ളതായിരുന്നു. ഫൈറ്റൊക്കെ നല്ല അടിപൊളിയുണ്ട്. പിന്നെ വിമാനം വെച്ചിട്ടുള്ളതൊക്കെ നമ്മുടെ കോളിലൊക്കെ സിനിമയുടെ അതൊരു വേറെ ലെവലാണ് കേട്ടോ. ടൊവിനോ ആയാലും തൃഷ ആയാലും വിനേറ ആയാലും പെർഫോമൻസ് വൈസ് എല്ലാവരും ഓക്കെയാണ്. മേക്കിങ്ങും ടെക്നിക്കൽ സൈഡും എല്ലാം ഓക്കെയാണ്. എല്ലാ ഡയറക്ഷനൊക്കെ അടിപൊളിയായിരുന്നു. സിനിമയിൽ ഓൾമോസ്റ്റ് 90% സെറ്റുകളാണ്. സെറ്റുകൾ സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ കോസ്റ്റ്യൂമർ ഗായത്രി, അതുപോലെ അഖിൽ ജോർജ് ഇവിടെ ഉണ്ട്. അഖിൽ ജസ്റ്റ് അങ്ങോട്ട് മാറി. അതുപോലെ എഡിറ്റർ ചമൻ, മ്യൂസിക് ഡയറക്ടർ ജെയ്ക്സ് ബിജോയ്. ഇത് ഒരു പറ്റം ടെക്നീഷ്യൻസിൻ്റെ ഒരുപാട് കാലത്തെ എഫേർട്ടിൻ്റെയും വളരെ കൺവിൻസിങ് അവരെടുത്ത ഒരു വർക്കിൻ്റെയും ഡിസ്പ്ലേ ആണ്. അത് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. മാമിൻ്റെ അഭിനയം അതല്ലേ ആദ്യം പറയണ്ടായിരുന്നേ? അല്ല, ടൊവിയാണ് പക്ഷേ മെയിനായിട്ട്. അല്ല എങ്കിലും നമ്മുടെ തൃഷ മാമിനോടൊപ്പം ഒക്കെ ഉള്ളൊരു കോമ്പിനേഷൻ എല്ലാം ഐ റിയലി എൻജോയ്ഡ്. 2025 ഒരു അടിപൊളി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഫസ്റ്റ് ഓഫ് ഓൾ. ആൻഡ് പടം കാണുക പ്ലീസ്. ഈ മൈക്ക് കുറച്ചും കൂടെ ഓക്കെ, താങ്ക് യു, ബൈ. പിന്നെ അതേപോലെ ടൊവിനോടൊപ്പം പാവമാണ്. ഹിസ് വെരി പാവം, വെരി ഈസി ടു വർക്ക് വിത്ത്. ഒരു സ്റ്റാർഡം ഒന്നും ഇല്ലാത്ത ആളാണ്. അത് നിങ്ങൾക്ക് തന്നെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ അറിയാമായിരിക്കുമല്ലോ. പക്ക ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അല്ലെങ്കിൽ ഒരു സ്റ്റൈലിഷ് ത്രില്ലർ അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. കാരണം ഐഡൻറ്റിറ്റി ഒരു ത്രില്ലറാണ്. ഫസ്റ്റ് ഹാഫ് ഒരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് വന്ന് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ പക്ഷേ കുറച്ച് ഓവർ കൺഫ്യൂസിങ് പോലെ തോന്നിയെങ്കിലും ക്ലൈമാക്സോടനുബന്ധിച്ച് സ്റ്റൈലിഷ് ആയിരുന്നു. ഫോറൻസിക്കിൻ്റെ ടീം ഒരിക്കൽ കൂടി ഒന്നിക്കുന്നൊരു പടമാണ്. അപ്പോൾ ആ ഒരു
ടീമിൻ്റെ ഒരു വൈബ് പടത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഡയറക്ഷനൊക്കെ സൂപ്പർബാണ്. റോൾ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായി. താങ്ക് ദ ഡയറക്ടേഴ്സ് ആൻഡ് ദ ഗോഡ് ഫോർ ഇറ്റ്. അഖിൽ പോൾ അനുഷ്കാൻ ഈ പടം ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ പടത്തിൽ എല്ലാവരും മേക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട്സ് നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും എന്തായാലും പോയി കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം.